ഗൈസ് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ വാഗവണിലെ ഇൻഫിനിറ്റി പൂളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ രാവിലെ 8 മണിക്ക് വാഗമണിലേക്ക് KSRTC ബസ്സിൽ നമ്മൾ കയറി. ഗൈസ് അങ്ങനെ നമ്മൾ ഇൻഫിനിറ്റി പൂളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. വാഗമണിലെ തന്നെ ഒരു ഹിഡൻ സ്പോട്ടാണ് ഇൻഫിനിറ്റി പൂള്. അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ തന്നെ ഒരു മല ഇറങ്ങി തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ബോയ്സ് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗൈസ് 2 മൊട്ടക്കുന്നിൻ്റെ നടുവിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഗേൾസിനോ കൊച്ചു കുട്ടികൾക്കോ ഇതിലേക്ക് ഇറങ്ങി വരുവാണെങ്കിൽ തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് വേലികളൊന്നും കിട്ടിയിട്ടില്ല ഇവർ. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സ്ഥലമാണിത്. ഇവിടെ മഴക്കാലത്തൊന്നും വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഉരുളൊക്കെ പൊട്ടാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഇൻഫിനിറ്റി പൂള്. ഗൈസ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടിയ ഫീലാണ്. ചില സമയം രാവിലെയൊക്കെ ആണെങ്കിൽ മഞ്ഞും ചെറിയ മഴയും ഒക്കെ ഇവിടെ പെയ്യുന്നതാണ്. അത്രമാത്രം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇൻഫിനിറ്റി പൂള്. ഗൈസ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റിനും മലകളാണ്, മൊട്ടക്കുന്നുകളും മലകളും ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തു മനോഹരമായൊരു പ്രദേശമാണെന്നറിയോ. ഗൈസ് നമ്മൾ താഴോട്ട് ഇറങ്ങും തോറും നമ്മൾ സൂക്ഷിച്ചേ ഇറങ്ങാവുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇൻഫിനിറ്റി പൂള് ജസ്റ്റ് താഴെയായിട്ട്. ഗൈസ് ഇത് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
താഴെ ഇൻഫിനിറ്റി പൂള് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നേരെ താഴോട്ട് പോകാം. ഗൈസ്, ഇത് കണ്ടോ, നമ്മൾ 2 മൊട്ടക്കുന്നിൻ്റെ നടുവിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത്. നമുക്ക് താഴോട്ട് ഇറങ്ങിച്ചെല്ലാം. ഇത് കണ്ട ഗൈസ്, ഇത് കണ്ട വെള്ളം ഒഴുകി പാറകളിൽ കുഴികളുണ്ടായിരിക്കുകയാണ്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൂൾ മാതിരി മാറിയിരിക്കുക, വെള്ളം ഒഴുകി ഒരു പൂള് പോലെ മാറിയിരിക്കുകയാണ്, സ്വിമ്മിംഗ് പൂള് പോലെ. ഇത് കണ്ടോ, വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് വളരെയേറെ തണുപ്പാണ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. കുളിക്കാനും ഒക്കെ നമുക്ക് ഇവിടെ സൗകര്യങ്ങളുണ്ട്. സ്വിമ്മിംഗ് പൂള് പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗൈസ്, നമുക്ക് ഇവിടം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ മൊട്ടക്കുന്നിലേക്ക് നമുക്ക് കയറാം. എന്നിട്ട് നേരെ നമുക്ക് താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പൂള് ഉണ്ട്, 2 പൂളുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഗൈസ്, അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് അപ്പുറത്തേക്ക് കിടക്കാവുള്ളൂ. ഗൈസ് കണ്ടോ, വെള്ളം ഒഴുകി വലിയ വലിയ കുഴികളൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ താഴത്തെ വശത്തെ 2 പൂള്. ഒന്ന് കണ്ടോ, ഒന്ന് ഒരു വെള്ളച്ചാട്ടം ചാടി ചെല്ലുന്ന ഒരു പൂള്, അതിന് മുകളിലൊരു പൂള്, അങ്ങനെയാണ് നിൽക്കുന്നത്. നമുക്ക് താഴോട്ട് ഇറങ്ങിച്ചെല്ലാം. ഇത് കണ്ടോ, വെള്ളം ഒഴുകി വലിയ വലിയ കുഴികളുണ്ടായിരിക്കുക, എന്നിട്ട് അതൊരു പൂള് മാതിരി മാറി ഇരിക്കുക, സ്വിമ്മിംഗ് പൂള് പോലെ നമുക്കത് കാണാൻ പറ്റുന്നത്. വെള്ളം ഒഴുകി സ്വിമ്മിംഗ് പൂളായിട്ട് മാറിയിരിക്കുക. എന്ത് ഭംഗിയാണെന്നറിയോ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആഴമുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ കുളിക്കുന്നവരൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചേ കുളിക്കാവുള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.